കോഴിക്കോട് 15-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. പശ്ചിമബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. പ്രതികളെ പിടികൂടാൻ വൈകുന്നുവെന്ന പരാതിക്ക് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘവും കേരളത്തിലെത്തിയിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ നിന്നാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തു. ഈ കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കമ്മീഷൻ നിരീക്ഷിക്കും. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു മൂവ്മെൻറ്റ് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിലെ പ്രതികളാരും തന്നെ രക്ഷപ്പെടാതിരിക്കാനുള്ള കാര്യക്ഷമമായ നിരീക്ഷണവും ഇടപെടലും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും തരത്തിൽ കൂടുതലായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് അല്ലെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതികൾ പലയിടങ്ങളിലായി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രതികൾക്കായി വല വിരിച്ചിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഈ ഉൾപ്പെട്ട 5 പേരെയും പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് നടക്കുമെന്നും പോലീസ് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്തവരെ ഇത്ര ദിവസമായിട്ടും, അതായത് ഇന്നിപ്പോൾ 3 ദിവസമാകുന്ന സംഭവം നടന്നിട്ട്, ഈ 3 ദിവസമായിട്ടും എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. കാരണം ഈ കുറ്റവാളികൾ എന്നത് ഒരു പ്രഖ്യാപിത ക്രിമിനലുകൾ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യുവാക്കളായ ആളുകൾ തന്നെയാണ്, രാമനാട്ടുകരയിൽ തന്നെ താമസിച്ചു വന്നിരുന്ന ആളുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരെ അതുകൊണ്ട് എന്തുകൊണ്ട് പിടിക്കാൻ വൈകുന്നു എന്ന ചോദ്യത്തിനാണ് പോലീസ് ഉത്തരം പറയേണ്ടത്. കുടുംബം പറയുന്നതനുസരിച്ച് 19-നാണ് കുട്ടിയെ കാണാതായതായി പോലീസിൽ പരാതി നൽകുന്നത്. രാമനാട്ടുകരയിലെ ഒരു മാളിൽ ആ കുട്ടി ഒരു തുണിക്കടയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം സാധാരണഗതിയിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ രാത്രിയിൽ വീട്ടിൽ വരുന്നതാണ്. ഏതാണ്ട് 11-12 മണിയായിട്ടും കുട്ടിയെ കാണാതെ വന്നതോടുകൂടിയാണ് ഈ അമ്മ സമീപത്തുള്ള ഇടങ്ങളിലും ഈ കൂട്ടുകാരുടെ അടുത്തുമൊക്കെ അന്വേഷണം നടത്തുകയും ഒടുവിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസിൽ നിന്നും കാര്യമായ ഒരു നടപടികൾ ആ രാത്രിയിൽ ഉണ്ടായില്ല എന്നാണ് ആ കുടുംബം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ സമീപകാലത്തൊക്കെ നമുക്കറിയാം, ഈ ചെറുപ്പക്കാരായ കുട്ടികളെ അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കാണാതായാൽ വലിയ കാര്യക്ഷമമായ അന്വേഷണങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടത്താറുണ്ട്. പക്ഷേ അത്തരം ഒരു വലിയ ഇളക്കി മറിച്ചുള്ള ഒരു അന്വേഷണമൊന്നും നടന്നിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഒരു രാവിലെ 11 മണിയോടുകൂടി 10-11 മണിയോടുകൂടിയാണ് ആ കുട്ടിയെ ആ വീടിന് സമീപം തന്നെ ഒരു കാറിൽ, ഒരു മാരുതി കാറിൽ എന്നാണ് പറയുന്നത്, കാറിൽ കൊണ്ട് ഇറക്കി വിട്ട ശേഷം ആ സംഘം കടന്നു കളഞ്ഞത്. പിന്നീട് പരിശോധനയിലാണ് ദേഹമാസകലം മുറിവേറ്റ പാടുകൾ, കയ്യിൽ നിന്നൊക്കെ രക്തം കിനിയുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് കുട്ടി വീട്ടിലെത്തിയതിന് തൊട്ട് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ വരികയും കുട്ടിയെ കൂട്ടിക്കൊണ്ട് പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഈ രാത്രി മുഴുവൻ ആ കുട്ടിയെ കാണാതായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അന്വേഷണം ഊർജിതമായി ചെയ്തില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാന ഒരു പോരായ്മയായി പറയേണ്ടതുണ്ട്. ഈ വൈകുന്നേരം തന്നെ ഈ കുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലൊക്കെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ മൊബൈൽ ഫോൺ ടവറുകളൊക്കെ കേന്ദ്രീകരിച്ച് കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നത് ഒരു ഗുരുതരമായ പോരായ്മയെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. രാമനാട്ടുകരയിലെ തന്നെ ഒരു കെട്ടിടത്തിൽ വെച്ചാണ് ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന വിവരമാണ് കുട്ടി വന്നപ്പോൾ തന്നെ കുടുംബത്തോട് പറഞ്ഞത്. ഒപ്പം 5 അംഗ സംഘമുണ്ടായിരുന്നു. കൂട്ടിക്കൊണ്ടുപോയ ഒരു പ്രധാന ആളും മറ്റ് 4 പേർ കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ആ കുട്ടി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു വ്യക്തത ആ ഘട്ടത്തിൽ പോലീസിന് വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. മയക്കുമരുന്ന് മറ്റുമൊക്കെ നൽകിയാവാം ഈ കുട്ടിയെ ഈ പ്രതി കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ ഒരു വ്യക്തമായൊരു മൊഴി ആദ്യഘട്ടത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുടുംബം നമ്മളോട് ഇന്നലെ വ്യക്തമായി തന്നെ പറയുന്നു, 5 പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് കുട്ടി അവരോട് പറഞ്ഞു എന്നാണ്. കാരണം അനീഷ്, അതാണ് ഈ 5 പേർ സംഘത്തിൽ ഉണ്ടെന്ന് കുട്ടി അവരോട് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അനീഷ് നേരത്തെ പറഞ്ഞു ഇത് നാട്ടിലുള്ള ആളുകൾ തന്നെയാണെന്നും നേരത്തെ കണ്ട് പരിചയമുള്ള ആളുകളാണോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മൊഴി കുട്ടിയുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ?
ആ കുട്ടി തീർച്ചയായിട്ടും ഈ കണ്ടു പരിചയമുള്ള ആൾ, അതായത് മാളിൽ വെച്ച് കണ്ടു പരിചയമുള്ള ഒരാളാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി അല്ലെങ്കിൽ ആ പ്രതിയുമായി ഒരു അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ചൊരു സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം ഈ ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിലാണ് കേരളത്തിലേക്ക് വന്നത്. മാതാവിൻ്റെ അമ്മയും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്നുവെങ്കിലും ആ കുട്ടി ബംഗാളിലായിരുന്നു താമസിച്ചിരുന്നത്. കേരളത്തിലേക്ക് വന്നിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളം ഒന്നും കാര്യമായി സംസാരിക്കാൻ ആ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഹിന്ദി സംസാരിച്ച് വരുന്ന ആളുകളോടൊക്കെ ഒരു അടുപ്പം ഈ കുട്ടി കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദി സംസാരിക്കുന്നു എന്ന പേരിലാണ് ഇയാൾ കുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത്. അതൊരു പ്രണയമൊന്നുമല്ല, മറിച്ച് സൗഹൃദം മാത്രമായിരുന്നു എന്ന് ഈ കുടുംബം പറയുന്നുമുണ്ട്. അയാളാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ആ കുടുംബം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം ലഭ്യമാണ്. കാരണം ഈ കുട്ടിയെ ഉപേക്ഷിച്ച് വീടിന് സമീപത്താണ് ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ പ്രാഥമികമായി കുടുംബം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് കൊണ്ടുപോയത്. 5 പേർ ഈ ആൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ ഈ കുട്ടി നൽകിയത്. പക്ഷേ അതിനുശേഷം കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി മാറ്റുന്നു. പിന്നീട് ചൈൽഡ് ലൈനിൻ്റെ പ്രൊട്ടക്ഷന് കീഴിലേക്ക് മാറ്റുന്നു. ഇന്നലെ ആ കുടുംബം ആ കുട്ടിയെ കാണാൻ പോയപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വെള്ളിവാട് കുന്നിലെ ജൂനൈൽ ഹോമിൽ ആ കുട്ടിയുണ്ട് എന്നറിയിച്ച് അവിടേക്ക് നിർദ്ദേശം നൽകി, പോലീസ് പോയി കാണാൻ നിർദ്ദേശം നൽകിയെങ്കിലും ആ കുട്ടിയെ കാണാൻ അമ്മയുടെ അമ്മയും പോയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല. കുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ കാണാൻ കഴിയാതെ തിരിച്ചു പോവുകയായിരുന്നു. എന്തായാലും കുട്ടിയോട് പിന്നീട് ഇന്നലെ ഒന്നും ആശയവിനിമയം നടത്താൻ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസിൽ നിന്ന് നൽകുന്ന വിശദീകരണം. ബംഗാൾ പോലീസ് ഇന്നലെ കേരളത്തിലെത്തിയിരുന്നു. ഈ കുട്ടിയുടെ ഗ്രാമത്തിലൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുകയും പ്രാദേശിക ഭരണ നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. തുടർന്ന് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ കോഴിക്കോട്ട് എത്തിയത്. അവർ നമ്മളോട് അത്തരത്തിലാണ് പറഞ്ഞത്. എന്തായാലും ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്നലെ അവർ എത്തിയത്. അവർ അവിടെ തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഒരു കൃത്യമായ ദിശാബോധം ഉണ്ടാകും. പ്രതികളെ വൈകാതെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. ശരി, കോഴിക്കോട് 15 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.